ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ റിലീസിന് മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അന്ന് എന്തായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, പിന്നെ മിഡിൽ ഈസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് റിലീസ് പ്ലാൻസ് അന്ന് അനൗൺസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉദ്ദേശം. ഇന്ന് മെയിനായിട്ട് ഓൺലൈൻ മീഡിയയ്ക്കും എല്ലാ മീഡിയയ്ക്കും ഒരു നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ് കോൺഫറൻസ്. കാരണം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 87 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസാണ് ആട് എന്ന സിനിമ നേടിയിരിക്കുന്നത്. വലിയ വിജയമായിട്ടാണ് ഞങ്ങളതിനെ കരുതുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിയെ, അതിലെ കഥാപാത്രങ്ങളെ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ അവരുടെ എക്സ്പെക്റ്റേഷന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുത്തിയില്ല എന്നവർ തന്നെ തീരുമാനിക്കുകയും ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതൊരു വളരെ ടഫായിട്ടുള്ളൊരു കോളായിരുന്നു. കാരണം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. ഒരുപാട് റിസ്ക് അതിനകത്ത്. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അദ്ദേഹം ദുബായിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ കൺട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റെ ഭരണാധികാരികൾക്ക് അറിയാം. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ തിയേറ്ററിലേക്ക് വരും. ഈ നല്ല സിനിമയെ നമ്മുടെ നല്ല കാര്യങ്ങൾക്കായിട്ട് അവരെന്തായാലും തിയേറ്ററിലേക്ക് വരും. അതേപോലെ തന്നെ സംഭവിച്ചു. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റിൽ ആട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷത്തോളം ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കഴിഞ്ഞ 4 ദിവസം ആട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഞങ്ങൾക്ക് അറിയാം. അത് നമുക്ക് മാത്രമല്ല, മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ റിലീസ് ചെയ്തതോടുകൂടി മറ്റുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് വളരെ ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വന്നിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കുകയും അത്രയും വലിയൊരു തീരുമാനം എടുക്കുകയും ചെയ്തത് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് നൽകി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് കോൾസിൽ ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതിനും ഞങ്ങൾ ഹാപ്പിയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി. ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 2ാമത്തെ മികച്ച വീക്കെൻഡ് കളക്ഷനുമായി ആടത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ഒരു 3ാം ഭാഗം പ്രേക്ഷകർ തിരിച്ചു കൊണ്ടുവന്ന് 3ാം ഭാഗവും വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഈ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസിനോടും മലയാള സിനിമയുടെ പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ബലത്തിലാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ഔപചാരികതകളും ഫോർമാലിറ്റികളൊന്നുമില്ല. അതേപോലെ നമുക്ക് ആടിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒക്കെ